യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം കേന്ദ്ര സർക്കാരിന് മുന്നിൽ. മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന അവകാശവാദം നിലനിൽക്കെയാണ് കാന്തപുരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് എന്നുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. ദേവിക, കേരളത്തിലെ മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ബഹുരസമായിരുന്നു റിപ്പോർട്ടിങ്. പക്ഷെ അതിപ്പോൾ പരിപൂർണമായും അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലിപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഒടുവിലെത്തിയിരിക്കുന്നു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി വേണം എന്നാണ് കാന്തപുരം ഇപ്പോൾ പറയുന്നത്. അത് കാന്തപുരം പറയുന്നതിന് മുൻപേ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ശേഷം ഇപ്പോൾ കാന്തപുരം എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ നടത്തിയ ഇടപെടൽ വിജയം കാണാതെ പോവുകയും പിന്നീട് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരൻ തുടർച്ചയായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതിനിടയിലാണ് കാന്തപുരം ഇപ്പോൾ ഒരു കത്ത് കൂടി നൽകിയിരിക്കുന്നത്. വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് കത്ത് നൽകിയത്. യമനിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ വേണം എന്നാണ് കാന്തപുരം പറയുന്നത്. കാന്തപുരത്തെ അറിയിച്ചുകൊണ്ടല്ല കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നത്. അത് കേന്ദ്രം നടത്തുന്നുമുണ്ടായിരുന്നു. പിൻവാതിൽ ചർച്ചകൾ തുടർച്ചയായി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇതിനിടയിൽ ചില പുറത്തുനിന്നുള്ള കക്ഷികൾ അതിലേക്ക് വരികയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു എന്ന് കേന്ദ്രം തന്നെ, വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞിരുന്നു. അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത്. ഈ നിമിഷപ്രിയയുടെ കുടുംബം നേരിട്ട് പോയി ദയ യാചിക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴിയെന്നും പുറം ഇടപെടലുകൾ ആ മോചനത്തെ ബാധിക്കും എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞത്. പക്ഷെ അന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ മോശമായി പറയാനുമാണ് മാധ്യമങ്ങൾ അടക്കം സമയം കണ്ടെത്തിയത്. പക്ഷെ ഇപ്പോൾ ഒടുവിൽ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാന്തപുരത്തിന്റെ കത്തെന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അനുബന്ധ നിയമ നടപടിക്രമങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ കത്തിൽ പറയുന്നു. അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കാന്തപുരം പറഞ്ഞിട്ടല്ല നേരത്തെ കേന്ദ്ര സർക്കാർ ചെയ്തതും ഇപ്പോഴും കേന്ദ്ര സർക്കാർ അത് തുടരുന്നതും ഈ കാന്തപുരം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അല്ല. അത് ഒരു വശത്തുകൂടി അത് നടക്കുന്നുണ്ട്. അത് പക്ഷേ ഇത്തരം നയതന്ത്ര ഇടപെടലുകൾ ഒരു കാരണവശാലും കേന്ദ്രത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഈ കാന്തപുരത്തിന് മുന്നിലോ പറയാനും സാധിക്കുകയില്ല. നിലവിൽ എന്തായാലും കേന്ദ്രം തന്നെ ഇറങ്ങണം എന്നൊരു നിലയിലേക്ക് കാന്തപുരവും എത്തിച്ചേർന്നിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അതിന്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി ശ്രീകാന്ത്.